എല്ലാവർക്കും മോർണിംഗ് സർക്കിളിൻ്റെ 391 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ സെഷൻ എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് ബിജു കെ മാത്യു സാറാണ്. സാർ ഒരു അഡ്വക്കേറ്റാണ്, ഫാമിലി കൗൺസിലറാണ്, അതോടൊപ്പം ഒരു ട്രെയിനറും എൻ്റർപ്രനറും കൂടിയാണ്. ഹെഡോണിക് അഡാപ്റ്റേഷൻ അല്ലേ സാർ, ഇന്ന് ഹാപ്പിനെസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും സാറിനെ നമുക്ക് സ്നേഹത്തോടു കൂടെ മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. സാർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, thank you, Rav sir, for a warm welcome. And thank you very much for the Wimble Academy for giving me this platform to perform and capable me for making this performance. നമുക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മളൊരാളെ ഒരു സഹായം കൊടുക്കുന്നു, നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഒരാൾക്കൊരു സഹായം ചെയ്യുന്നു. അത് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കാറിൽ ഒരാളെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പം ഒരു ദിവസം ഇങ്ങനെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു, അയാളുടെ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് അയാളെ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഇത് എല്ലാ ദിവസവും തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പെട്ടെന്നൊരു ദിവസം നമ്മൾ അയാളെ കയറ്റാതെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളോടൊരു ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മളെ ഈ ഹെഡോണിക് അഡാപ്റ്റേഷൻ. അതായത് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് കിട്ടാതാവുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു നഷ്ടബോധം, അല്ലെങ്കിൽ അതൊരു അവകാശമായി മാറുന്ന, നമ്മൾ കൊടുക്കുന്ന സൗജന്യം ഇല്ല, നമ്മൾ കൊടുക്കുന്ന ഒരു ഔദാര്യം അത് ലഭിക്കുന്നയാൾക്ക് ഒരു അവകാശമായി മാറുന്ന ഒരു ഫീൽ, അത് ആ ഹെഡോണിക് അഡാപ്റ്റേഷൻ. അതേപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമുക്കിപ്പോൾ ഒരു പുതിയ മൊബൈല്, ഇപ്പം iPhone 17 Pro Max കിട്ടുന്നു, നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവുന്നുണ്ട്, ഭയങ്കര സന്തോഷമായിരിക്കും. അത് നമുക്ക് ഒരാഴ്ച ഉണ്ടാവും, ചിലപ്പോൾ ഒരു മാസം ഉണ്ടാവും, ചിലപ്പോൾ 2 മാസം ഉണ്ടാവും ആ സന്തോഷം. അത് കഴിയുമ്പോൾ നമുക്ക് അത് നമ്മൾ നോർമലൈസ് ചെയ്യപ്പെട്ടു. അത് നമ്മൾ വീണ്ടും പഴയ ആ സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക്, ഹാപ്പിനെസിന്റെ ഒരു ബേസ് ലൈൻ മോഡിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾക്ക് ഈ സന്തോഷത്തിന്റെ ഒരു ലെവല് ബേസ് ആയിട്ടുള്ളതുണ്ടാവും. പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയും, എത്ര ഹാപ്പി ആയിരിക്കും, ഒന്ന് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും, ഒന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് മാരേജ് ഒക്കെ കഴിഞ്ഞ് ഒന്നിച്ച് ജീവിക്കുമ്പോൾ എപ്പോഴും കാണണമെന്നുള്ള ആ തോന്നലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും സംസാരിക്കണമെന്നുള്ള തോന്നൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമുക്കിപ്പം പ്രണയ സമയത്ത് ഒന്നിന്റെ മുടി എന്താ പറയുക, വളരെ മനോഹരമാണ്, എന്തൊരു ഭംഗിയാണ് കാണാൻ എന്ന് പറയുന്നു. കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ചോറ് വിളമ്പി വരുമ്പോൾ അതിലൊരു മുടി കണ്ടു കഴിഞ്ഞാൽ അത് എത്രത്തോളം മനോഹരമായിരിക്കും എന്ന് നിങ്ങൾ പലർക്കും അനുഭവം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എങ്ങനെ ആണ് ജീവിതത്തിൽ ഇത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇത് നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിച്ച് ഒരു റേഡിയോ ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതിൻ്റെ കൂടെ. അപ്പം നമ്മൾ ഇതിൻ്റെ മനഃശാസ്ത്ര വശം ആദ്യമായിട്ട് സംസാരിക്കുന്നു. സെറ്റ് പോയിന്റ് തിയറി ഓഫ് ഹാപ്പിനെസ് എന്ന് ഉണ്ട്. അതായത് സ്ഥിരമായ ഒരു സന്തോഷത്തിന്റെ ഒരു നിലവാരം, അതാണ് ഈ സെറ്റ് പോയിന്റ് തിയറി ഓഫ് ഹാപ്പിനെസ് എന്നതുകൊണ്ട് സൈക്കോളജിയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളെ മണിച്ചിത്രത്താഴ് സിനിമയിൽ ഗംഗയും നകുലനും കൽക്കത്തയിൽ നിന്ന് വരുന്നതാണ്, മാടമ്പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഗംഗയിൽ പഴയ കാര്യങ്ങൾ ഉണ്ടാവുകയും പഴയ കാര്യങ്ങളൊക്കെ വരികയും സ്വഭാവമൊക്കെ മാറുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് അവരുടെ ആ ഹാപ്പിനെസ്സിൽ ഉണ്ടായ ഒരു മാറ്റമാണ് വരുത്തുന്നത്. അതൊരു ഹെഡോണിക് അഡാപ്റ്റേഷൻ ആണ്. ഈ ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്നതിന് നമുക്ക് കൃത്യമായിട്ട് മലയാളത്തിലൊരു വാക്കില്ല എന്നതാണ് സത്യം. നമ്മൾ പരിചിതമായി പോവുക, അല്ലെങ്കിൽ നമ്മുടെ എക്സൈറ്റ്മെന്റ് നോർമലൈസ് ചെയ്തു പോവുക എന്നതാണ്
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമേ ഇപ്പം പറയാൻ കഴിയൂ. അപ്പൊ അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഹെഡോണിക് അഡാപ്റ്റേഷൻ പ്രിവെൻഷൻ മോഡൽ എന്ന് പറഞ്ഞിട്ട് ഷെൽഡനും ലൂബോമിസ്കി എന്ന് പറയുന്ന രണ്ട് സൈക്കോളജിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണിത്. അപ്പം ഡിക്ലൈനിങ് പോസിറ്റീവ് ഇമോഷൻസ് എന്നാണ് അവരതിലെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ഒരു സന്തോഷത്തിന്റെ എക്സൈറ്റ്മെന്റിന്റെ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു പോകുന്നു. അപ്പം ഇപ്പം നവവധൂവരന്മാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ പതുക്കെ പതുക്കെ കാലം ചെല്ലും തോറും അവരുടെ ആ സന്തോഷത്തിന്റെ ഫ്രീക്വൻസി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ ഡിക്ലൈനിങ് പോസിറ്റീവ് ഇമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് റൈസിങ് ആസ്പിറേഷൻസ് ആണ്. കൂടുതൽ പ്രതീക്ഷിക്കാൻ തുടങ്ങും. നമ്മളിപ്പോ ഇന്നൊരു ഗിഫ്റ്റ് കൊടുക്കും, അപ്പൊ ഒന്ന് ഭയങ്കര സന്തോഷമായി. നമ്മൾ തോഴ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട് തമിഴിൽ, കാർത്തിക്കും നാഗാർജുനയും അഭിനയിച്ച ഒരു സിനിമയാണ്. തോഴ എന്നാൽ ഫ്രണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ അതിൽ ഈ കാർത്തിക്, അദ്ദേഹം എന്താ പറയാ, ബെഡ് റിഡൻ ആയിട്ടുള്ള പാരാലൈസ് ആയി പോയ ഒരു കഥാപാത്രത്തെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളായിട്ടാണ് ഈ കാർത്തിക് എന്ന നടൻ അഭിനയിക്കുന്നത്. അപ്പൊ ഈ പാരലൈസ് ആയി പോയ കോടീശ്വരനായ മൾട്ടി മില്യനായ ഒരാളാണ് ഈ നാഗാർജുന അവതരിപ്പിക്കുന്ന പാരലൈസ്ഡ് കഥാപാത്രം. അദ്ദേഹത്തിന് അരയ്ക്ക് താഴ്പോട്ട് അല്ല, കഴുത്തിന് താഴോട്ട് തീരെ ഒന്നും അനങ്ങില്ല. അപ്പൊ അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കോടീശ്വരന്റെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഓരോ പ്രാവശ്യവും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വളരെ സർപ്രൈസ് ആയിട്ട് അവരൊരു ബാൾ പാർട്ടിക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ മ്യൂസിക് ഒക്കെ കൊടുക്കും. ഇത് വർഷങ്ങളായിട്ട് തുടരുന്നതുകൊണ്ട് ഈ കോടീശ്വരൻ അറിയാം ഈ സർപ്രൈസ് എന്തായിരിക്കും. ഇവരെല്ലാവരും ബാക്കി കുടുംബത്തിലെ എല്ലാവരും വളരെ സർപ്രൈസ് ആയിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. പക്ഷെ ഈ സർപ്രൈസ് കിട്ടാൻ പോകുന്ന ആൾക്കറിയാം എന്താണ് അവിടെ കിട്ടാൻ പോകുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു വർഷം കൊടുത്തു, 2 വർഷം കൊടുത്തു, അപ്പൊ അതിന് ആ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഈ കഥാപാത്രം അദ്ദേഹത്തിന്റെ എക്സൈറ്റ് നഷ്ടപ്പെട്ടു പോയിട്ട് ഈ കാർത്തിക് എന്ന അയാളുടെ ഹെൽപ്പറോട് പറയുന്നുണ്ട് എന്താ കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയാമെന്ന്. അപ്പോൾ ഈ കാർത്തിക് അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വേറൊരു സർപ്രൈസ് കൊടുത്തുകൊണ്ടാണ് ആ സിനിമയിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ അത് അയാൾക്ക് വളരെ എനർജി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ എസ്പെഷ്യലി ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, എക്സൈറ്റ്മെന്റ് കൊടുക്കുമ്പോൾ, സർപ്രൈസ് കൊടുക്കുമ്പോൾ അത് എപ്പോഴും ഒരു വെറൈറ്റി ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി നല്ലതാവില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും അത് നല്ല എക്സൈറ്റ്മെന്റ്, നല്ല സന്തോഷം തരും ഒരു സർപ്രൈസ് കിട്ടുമ്പോൾ. സർപ്രൈസ് ഇപ്പം വിവാഹ വാർഷികത്തിന് അല്ലെ ബർത്ത്ഡേക്കൊക്കെ സ്ഥിരമായിട്ട് ഒരേ ടൈപ്പ് പ്രസന്റുകൾ കിട്ടുന്ന ആളുകളായിരിക്കും നമ്മളൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും വെറൈറ്റി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു കേട്ടോ. അങ്ങനെ എപ്പോഴും അല്ല, എന്തെങ്കിലും ഒരു സർപ്രൈസ് കിട്ടുമ്പോഴത്തേന് നമ്മുടെ മുഖമൊക്കെ അങ്ങ് നല്ലതായിട്ട് തെളിയും, നമ്മളൊട്ട് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ആകുമ്പോൾ. അതെ അതെ. അപ്പൊ ആ എക്സൈറ്റ്മെന്റിന് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ അത് ആ ഒരു സന്തോഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു പ്രാവശ്യം ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് ഒരു പ്രസന്റ് കിട്ടിക്കഴിഞ്ഞ് അടുത്ത പ്രാവശ്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും പല സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷെ പലപ്പോഴും കിട്ടുന്നത് സെയിം അതേപോലത്തതായിരിക്കും. വെറൈറ്റി ആളുകൾ പരീക്ഷിക്കുന്നത് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്റെ കാര്യത്തിലും ഞാനും അങ്ങനെ തന്നെ. ഞാൻ എന്താ പറയുക, നമ്മൾ വെറൈറ്റി എപ്പോഴും നോക്കണം എന്നാണ് ഇതിന്റെ ഒരു തിയറി പറയുന്നത്. അപ്പൊ നമ്മള് പ്രണയത്തിന്റെ തുടക്കത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിപ്പം ഒരു മാരേജ് അല്ലെങ്കിൽ ലവ് മാരേജ് കഴിഞ്ഞു കഴിയുമ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സൈറ്റ്മെന്റ് കൊടുക്കും. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കതിന്റെ സെക്കൻഡ് ഫേസ് ആയിട്ട് വരുന്നത് അതൊരു ശീലം ആയി മാറിപ്പോകും, അല്ലെങ്കിൽ ഒരു കടമയായിട്ട് മാറിപ്പോകുന്നുണ്ട്. അതാണ് അതിനകത്തെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് സൈഡ് വരുന്നത്. അതുപോലെ നമ്മൾ ആദ്യമൊക്കെ ഗുണങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നു. ഞാനിപ്പോ നേരത്തെ മുടിയുടെ കാര്യം പറഞ്ഞ മാതിരി സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി എന്താ പറയുക, ജോലി ചെയ്യുന്ന കാര്യം, സാമ്പത്തികം, നല്ല സ്വത്തുള്ള ഒരാളാണ്, കുറെ സമ്പത്തുണ്ട്, സമ്മാനം കൊടുത്തു. ഇപ്പം അംബാനി ഭാര്യയ്ക്ക് വിവാഹ സമ്മാനം കൊടുത്തത് 50 കോടിയുടെ എയർബസ് ആണ്. അപ്പൊ അതവർക്ക്
അവർക്കത് സാധിക്കുമായിരിക്കും. പക്ഷെ അത് അവർക്ക് അടുത്ത പ്രാവശ്യം അവരതിനും മുകളിലായിരിക്കും ആഗ്രഹിക്കുന്നത്. മീൻസ് അതിൽ നമുക്ക് എന്താ പറയാ, പണക്കാരൻ പാവപ്പെട്ടവനൊന്നുമില്ല. അത് ചെറിയ കാര്യങ്ങളായിരുന്നാലും അത് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്കത് ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീലിംഗ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ആ ഫീലിംഗ് അവിടെ നിലനിർത്താൻ കഴിയുക എന്നുള്ളത് അതിനകത്ത് വലിയൊരു കാര്യമാണ്. ഇപ്പം ആദ്യമൊക്കെ നമ്മൾ നിരന്തരമായ ആശയവിനിമയം നടത്തുക എന്ന് പറയും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. എന്താ പറയുക, ആദ്യമൊക്കെ എപ്പോഴും എന്താ പറയുക, മാരേജ് ഒക്കെ കഴിഞ്ഞ കപ്പിൾസ് ആണെങ്കിൽ പുറത്ത് പോകുമ്പോൾ എവിടെ എത്തി, എങ്ങോട്ട് പോയി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആരെയിലും പോയിട്ടുണ്ടാവും വന്നോണം എന്നൊരു രീതിയിലേക്ക് മാറും. കാരണം നമുക്കത് പരിചിതമായി പോവുകയാണ്. അത് ശരിക്കും നമ്മളത് അതിനെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കതിന് ഒരു പ്രതിവിധി ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു നെഗറ്റീവ് അഡാപ്റ്റേഷൻ എന്നൊരു സൈഡും കൂടിയുണ്ട്. അതായത് നമുക്ക് എപ്പോഴും എന്താ പറയുക, ഈ ട്രാപ്പ് ഓഫ് ബോർഡം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വിരസത അല്ലെങ്കിൽ ബോറിങ് തോന്നുന്നു. ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബോറിംഗ് ആണ്. എല്ലാ ദിവസവും നമ്മളിപ്പോ എല്ലാ ദിവസവും ഒരേ ഭക്ഷണം, രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് കഞ്ഞി, വൈകുന്നേരം കഞ്ഞി ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, കറി വയ്ക്കുമ്പോൾ ഇന്ന് വെക്കുന്ന കറിയല്ലല്ലോ നാളെ വെക്കുക. നമ്മൾ എപ്പോഴും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെറൈറ്റി അല്ലേ. അതുപോലെ ഡ്രസ്സ് ഇടുന്നത്, എല്ലാ ദിവസവും സ്കൂളിൽ യൂണിഫോം ഇടുന്ന പോലെയല്ല നമ്മൾ ഡ്രസ്സ് ഇടുന്നത്. ഓരോ ദിവസവും ഓരോ കളറാണ് ഇടുന്നത്. ഈവൻ നമ്മൾ എന്താ പറയുക, ഇന്നർ വെയേഴ്സ് പോലും നമ്മൾ പല കളറിലാണുള്ളതാണ് ഇടുന്നത്. ആരും കാണുന്നില്ല, എന്നാലും നമ്മളത് അങ്ങനെയാണ് ചെയ്യുന്നത്. അത് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇപ്പം കുറെ ആളുകൾക്കുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഒരു സന്തോഷമില്ലായ്മ ഉണ്ടാവും. ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ മക്കളുണ്ടാവും, എന്നാലും ഒരു സന്തോഷമില്ലായ്മയുള്ള ആളുകളുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിലൊരു എക്സൈറ്റ്മെന്റ് കിട്ടുന്നില്ല. ലൈഫിനൊരു എന്തോ ഒരു 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 ഇതുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലിംഗ്, അത് കിട്ടുന്നില്ല. അപ്പൊ അത് ഒരുപാട് ആളുകൾക്ക് അത് ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരവസ്ഥ. പിന്നെ രണ്ടാമത് ആയിട്ട് ഇത് ആസ്പിറേഷണൽ ട്രെഡ്മിൽ എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ ഒരു സന്തോഷം കിട്ടുന്നില്ല, അപ്പോൾ ഉടനെ ഒരു കാര്യം എന്താ പറയുക, പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് മുൻവിധിയോടുകൂടി അല്ലാതെ നേരത്തെ തീരുമാനിക്കാതെ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഫോൺ വാങ്ങി, അതിപ്പം ഈ പറഞ്ഞ പോലെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ ഒരെണ്ണം വാങ്ങിയിട്ട് അത് 2 ആഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് കഴിഞ്ഞു. അപ്പൊ പുതിയ മോഡൽ ഇറങ്ങി, വീണ്ടും അടുത്തത് വാങ്ങി. അല്ലെങ്കിൽ കാർ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. കാരണം അവർക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് വീണ്ടും വാങ്ങുന്നത്. എല്ലാവരുമല്ല, കുറെ ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്കൊക്കെ ആദ്യം കിട്ടുന്ന ഫോൺ എത്രയും കാലം മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും, ഫോൺ ഒറ്റയ്ക്ക് ഹാങ് ആവുന്നവരെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഞാനൊക്കെ അത്തരത്തിൽ പെട്ടതാണ്, മാക്സിമം ഉപയോഗിക്കും. അത് മതി എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി അത് കുറച്ച് കയ്യിൽ ക്യാഷ് ഉണ്ട്, വാങ്ങിക്കാം, എന്നാൽ വേണ്ട, ഇത് മതി, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മതി എന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. ഇല്ലേ? ശരിയല്ലേ സൂസൻ മാം? എന്തെങ്കിലും? ഉണ്ട്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ. ഓക്കെ. പിന്നെ മൂന്നാമതായിട്ട് ഈ ദാമ്പത്യത്തിലെ വിള്ളലുകൾ എന്നുള്ള ഒരു ഘടകം. അതായത് നമ്മളിപ്പം മിഥുനം സിനിമ നമുക്ക് ഓർമ്മയുണ്ടാവും, വളരെ ഫേമസ് ആണ്. മോഹൻലാലും ഉർവശിയും ശ്രീനിവാസനും ഒക്കെ അഭിനയിച്ച നല്ല സിനിമയാണ്. മിഥുനം സിനിമയിൽ ഉർവശിയെ മോഹൻലാൽ കല്യാണം കഴിക്കുന്നത് ലവ് മാരേജ് ആയിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന ഉർവശിക്ക് അവർ പ്രതീക്ഷിച്ച ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അന്ന് പണ്ട് അങ്ങനെ പറഞ്ഞായിരുന്നു, പണ്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ മോഹൻലാലിന്റെ ആ കഥാപാത്രം അയാളുടെ കുടുംബം ഓടിക്കാനുള്ള, ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊരു വലിയ, അതേപോലെ തന്നെ ആളുകൾക്ക് സംഭവിക്കും. കാരണം നമ്മുടെ കുടുംബം, കുട്ടി, ബാധ്യത, ലോണ്, വീട്, ഇത്തരം കാര്യങ്ങൾ വരുമ്പം ആ പങ്കാളിയെ, അത് ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും കേട്ടോ, ഇപ്പം ഏണിംഗ് മെമ്പർ ആയിരിക്കുന്ന ആള് ഭാര്യയാണേലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവും. അവർക്ക് അത്രയും ജോബ് ഉണ്ടാവും. അപ്പൊ അതൊരു എന്താ പറയുക, ഇതിലെ ഒരു നെഗറ്റീവ് അഡാപ്റ്റേഷന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ ഉള്ളത് ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ് നെഗറ്റീവ് അഡാപ്റ്റേഷൻ. നല്ല കാര്യങ്ങൾ ചെയ്ത് കിട്ടിയാൽ, ഈവൻ നമുക്ക് ഒരു എന്താ പറയുക, ഫുഡ് നല്ലത് ഉണ്ടാക്കി തന്നു കഴിയുമ്പോൾ ഒരു താങ്ക്സ്, അത് വാക്കുകൊണ്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് വേറെയാണ്. ഇനി അതല്ലാതെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മുഖഭാവം കൊണ്ട് അറിയിച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൺവേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തെ മെയിൻ ഘടകം.
അല്ലെങ്കിൽ ഭർത്താവ് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ എന്ത് പുതിയ കാര്യങ്ങളായിരുന്നാലും അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്ന രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതേ കിട്ടിയുള്ളൂ എന്നുള്ള മാതിരി അതിനെ ഒന്ന് പുച്ഛിച്ച രീതിയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്ത ആൾക്കും വിഷമമായി, കിട്ടിയ ആൾക്കും ഒരു സന്തോഷം ഉണ്ടാവുകയില്ല. അപ്പൊ ചെറിയ കാര്യങ്ങളായിരുന്നാലും അത് കിട്ടിക്കഴിയുമ്പോൾ അതിനൊരു നന്ദി പറയാനുള്ള, അത് ഭാര്യയല്ലേ ഭർത്താവല്ലേ ഇവരോട് ഇയാളോട് എന്ത് പറയാനാണ്, അല്ലെ അവളോട് ഇപ്പൊ എന്ത് പറയാനിപ്പോ അതില് അങ്ങ് വിചാരിക്കുന്നിടത്ത് നമുക്ക് ആ ഒരു 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 എന്താ പറയാ ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും ബോധപൂർവം ഇന്റൻഷനലി അത് പറയാൻ ശ്രമിക്കുക എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, എപ്പോഴും ഇതിൽ നമുക്ക് എന്താ പറയാ ഈ കോപ്പിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഇത് എങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് നോക്കുന്നതിന് മുന്നേ ഞാൻ രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാർ യാത്രയിൽ ഒരാളെ നമ്മൾ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ആൾക്ക് സ്ഥിരമായിട്ട് കയറ്റിക്കൊണ്ട് പോകുന്ന ഒരാളെ നമ്മൾ ഒരു ദിവസം കയറ്റാതിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളോട് ദേഷ്യം തോന്നാം. കാരണം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു അവകാശം കിട്ടിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവാം. അതൊരു ഹെഡോണിക് അഡാപ്റ്റേഷന്റെ ഭാഗമാണത്. അതേപോലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു നേതാവ് ആരോ പറഞ്ഞിരുന്നു, ഇപ്പൊ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC സർക്കാർ അതൊരു അങ്ങനെ ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. മുമ്പ് ഇതുപോലെ ഏതോ ഒരു സൗജന്യം കൊടുത്തു, എത്ര കാലത്തേക്ക് എന്തോ ആണ് കൊടുത്തത്, പിന്നീട് അത് എടുത്തു കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അതിനെതിരെ സമരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഒരു KSRTC നേതാവോ യൂണിയൻ നേതാവോ ആരോ ആണ് ചർച്ചയിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പൊ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൗജന്യം നിന്നു പോകുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു. നമ്മളൊരു നായ ഒരു വഴിയിൽ നിന്ന് കിട്ടിയ ഒരു നായക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി അതിന് തീറ്റ എല്ലാ ദിവസവും തീറ്റയൊക്കെ കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാല് അതിന് തീറ്റ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് അതിന് തീറ്റ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ഉപദ്രവിക്കില്ല. അത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയായാലും അത് ആ ജീവി അങ്ങനെയാണ് പൊതുവെ എല്ലാ ബ്രീഡുകളും എന്ന് പറയുന്നില്ല, പൊതുവെ അങ്ങനെയാണ്. അതേസമയം നമ്മൾ ഒരു പൂച്ചയ്ക്കാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ നമ്മൾ എടുത്ത് വളർത്തി അതിനുള്ള തീറ്റ എല്ലാം കൊടുത്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ അതിന് കൊടുക്കുന്ന ഭക്ഷണം നിർത്താതെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വേറെ വഴിക്ക് പോകും. അതിന് വേറെ അടുത്ത എന്താ പറയാ ഭക്ഷണം എവിടെയാണ് കിട്ടുന്നത് അവിടേക്ക് അത് പോകും. ഇതേ സ്ഥാനത്ത് നമ്മളൊരു പുലിക്കുട്ടിയാണ് എടുത്ത് വളർത്തിയിട്ട് നമ്മൾ അതിന് കൃത്യമായിട്ട് എല്ലാ ദിവസവും തീറ്റ കൊടുത്തത് വലുതാകുമ്പോൾ ഇടയ്ക്ക് വെച്ച് അതിന് ഭക്ഷണം കൊടുക്കലങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ അത് നമ്മളെ ആക്രമിക്കും. കാരണം അതിനെ സംബന്ധിച്ച് അതിന്റെ ഭക്ഷണം മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ മനുഷ്യർക്കും ഓരോ സ്വഭാവമാണ്, എല്ലാവർക്കും ഒരേപോലെ അല്ല. ചില ആളുകൾ എന്താ പറയാ വയലന്റ് ആയിട്ടായിരിക്കും പ്രതികരിക്കുക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൗജന്യം അല്ലെങ്കിൽ ഒരു ഔദാര്യം നിഷേധിക്കപ്പെടുമ്പോൾ. അപ്പൊ കുടുംബജീവിതത്തിലും ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ട്. ആളുകൾ പല രീതിയിൽ പ്രതികരിക്കും. അപ്പൊ ചിലര് പൂച്ചയെ പോലെ അവർ വേറെ വഴി നോക്കി പോകും. ചിലര് നായയെ പോലെ എപ്പോഴും നന്ദിയുള്ള നായ, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ പോലും അത് മറക്കില്ലെന്നാണ് പൊതുവെ നമ്മൾ പറയാറ്. നന്ദിയുള്ള നായ എന്നാണ് പറയാറ്. അവർ പോവില്ല. അതേസമയം മറ്റു ചിലര് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് പങ്കാളികൾ ആരായിരുന്നാലും അവർ തിരിച്ചാക്രമിക്കും. നമ്മൾ കേസ് കൊടുക്കും, നമുക്കെതിരെ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനൊക്കെ ചെയ്യാം. പല രീതിയിൽ അത് ആളുകളുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് കോപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഒന്ന്. ആദ്യമായിട്ട് അതിൽ പറയാനുള്ളത് ഇൻട്രൊഡ്യൂസ് വെറൈറ്റി എന്നാണ്. നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുക. അതെന്ത് ചെയ്യുമ്പോഴും അതല്പം വ്യത്യസ്തമായിട്ട് ചെയ്യുക. സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണൊന്നും മാറ്റി ഭാര്യയും ഭർത്താവും രണ്ടുപേരും കൂടെ ആലോചിച്ച് ചെയ്യാം. സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ നമ്മളൊരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിനൊരു സർപ്രൈസ് ഉണ്ടാവും. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബോധപൂർവം അതിനെ പറ്റി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ കോപ്പിംഗ് സ്ട്രാറ്റജീസ് വരുന്നതെല്ലാം ബോധപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വോളണ്ടറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ആക്റ്റീവ് അപ്രീസിയേഷൻ ആണ്. എല്ലാ കാര്യത്തിനും ചെറിയ കാര്യങ്ങൾക്കായാലും നമ്മൾ ഒന്ന് അഭിനന്ദിക്കുക. ദിവസവും ആ ഒരു അഭിനന്ദനം അത് നമ്മൾ നാവ് കൊണ്ട് തന്നെ പറയുക, നന്നായിരിക്കുന്നു, നിങ്ങൾ ചെയ്തത് അല്ല നീ ചെയ്തത് അതിൽ കാര്യം, അല്ലെങ്കിൽ നീ പറഞ്ഞ കാര്യം ഇത് നന്നായിരിക്കുന്നു എന്ന് പറയാൻ ബോധപൂർവം ശ്രമിക്കുക. ഓരോ ചെറിയ കാര്യത്തിനും അത് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളിൽ ആ ഒരു ഹാപ്പിനെസിന്റെ ആ ഒരു വേവ്
ലെങ്ത് കുറച്ച് കൂടി നിൽക്കും എപ്പോഴും എന്നാണ് സൈക്കാട്രിസ്റ്റുകൾ പറയാറ്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവസാനമായിട്ട് നിങ്ങൾ ആ പാർട്ട്നേഴ്സിനോട് ഒരു നന്ദി പറഞ്ഞത് എന്നാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു താങ്ക് യു ചേട്ടാ, അല്ലെ താങ്ക് യു മോളെന്നോ, അല്ലെ എന്താ നിങ്ങൾ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്കാളി വിളിക്കുന്നത് ഒന്ന് പറയാനോ കഴിയുമോ? ഇല്ലെങ്കിൽ ഒന്ന് മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴായിരിക്കും ഒരു താങ്ക്സ് പറഞ്ഞിരിക്കുന്നതെന്ന്. പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണേലും യൂഷ്വലി താങ്ക്സ് പറയും. ഓക്കെ. അത് ആ താങ്ക്സ് ഒരു ഫോർമൽ താങ്ക്സ് ആയിരിക്കും, ചിലപ്പോൾ അതിനൊരു താങ്ക്സ് ഫീലിംഗ് ഉണ്ടാവില്ല. യാ, ഒരു അല്ലേ? പ്രത്യേക എക്സൈറ്റ്മെന്റോടെ ആയിരിക്കത്തില്ല. അതെ. അല്ല, അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ അതിനൊരു ഫീലിംഗ് കൊടുത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതിനൊരു ഇതുണ്ടാവും. അതെ, ഈ ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്നുള്ള സെയിം പ്രോബ്ലം ഈ താങ്ക്സിലും ഉണ്ടാവും. നമ്മളത് പറയുമ്പോൾ സ്ഥിരമായിട്ട് പറഞ്ഞാൽ താങ്ക്സ്, ശരി. അപ്പൊ ആ താങ്ക്സിന് ഒരു വെയിറ്റ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വെയിറ്റ് ഉള്ള ഒരു താങ്ക്സ് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഇത് കേൾക്കുന്ന ആൾക്കും അറിയുന്ന ആൾക്കും ഇത് മനസ്സിലാവുന്ന കാര്യമായിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ അങ്ങനെ പ്രസ് ചെയ്തൊരു താങ്ക്സ് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു കൺസിഡറേഷൻ കിട്ടും. അത് അല്ലെങ്കിൽ അത് ഓർത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു കൺസിഡറേഷൻ നമുക്ക് ആ ഒരു ഡോപ്പാമിൻ ലെവൽ കുറച്ച് കൂട്ടാൻ സാധിക്കുമായിരിക്കും അതുകൊണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി മൂന്നാമതായിട്ട് ഇൻഡിവിജ്വാലിറ്റി അഥവാ പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ്. ഇപ്പൊ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈൽ, ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ മൊബൈലിന് എന്താ കുഴപ്പം എന്ന് ആലോചിക്കും. മൊബൈലിൽ ലോക്ക് ചെയ്യുക, ലോക്ക് കൊടുക്കുക, ഭർത്താവിനും അറിയാം ഭാര്യയുടെ ലോക്ക് ഭർത്താവിനും അറിയാം, ഭർത്താവിന്റെ ലോക്ക് ഭാര്യയ്ക്ക് അറിയാം. അപ്പൊ ഇതെല്ലാ ദിവസവും വന്നിട്ട് നമ്മള് ഭർത്താവിന്റെ ഫോൺ ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോൾ എടുത്ത് നോക്കിയിട്ട് ആരെയൊക്കെ വിളിച്ചു, ആരെയൊക്കെ ചാറ്റ് ചെയ്തു എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയാണ് വീട്ടിലുള്ളതെങ്കിൽ ഒരു കാലത്തും ഒരു സമാധാനം ഉണ്ടാവില്ല. തിരിച്ച് ഭാര്യയുടെ ഫോൺ ഇതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഭർത്താവാണുള്ളതെങ്കിലും അവിടെ പ്രശ്നങ്ങൾ തീർന്ന സമയം ഉണ്ടാവില്ല. കാരണം അതൊരു സംശയദൃഷ്ടി എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ അവർക്കൊരു പ്രൈവസി ഉണ്ട്, ഓക്കെ, കുഴപ്പമില്ല. അതിന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആ ഫോൺ വാങ്ങിക്കുക, ഭാര്യയുടെ ഫോൺ വാങ്ങിക്കുക, അല്ലെ ഭർത്താവിന്റെ ഫോൺ വാങ്ങിക്കുക എന്നല്ലാതെ ദിവസവും ചെക്ക് ചെയ്യുക, ആരോടൊക്കെ സംസാരിച്ചു എന്ന് ചോദിക്കുക. ഒരു പേഴ്സണൽ സ്പേസ് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുന്നവർക്ക് നമുക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് ഈ ഹെഡോണിക് അഡാപ്റ്റേഷൻ അഥവാ അതിനൊരു മടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, സ്ഥിരമാകുമ്പോഴുണ്ടാവുന്ന ഒരുതരം മടുപ്പ്, അത് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഗോട്ട്മാൻ പറയുന്ന കാര്യങ്ങളെ ആണെങ്കിൽ ഇതാണ്, നന്ദി പറയുക, ബോധപൂർവം നന്ദി പറയണമെന്നാണ് ഗോട്ട്മാൻ പറയുക. അതുപോലെ പ്രശംസ, പിന്നെ എല്ലാ കാര്യങ്ങളും ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്തത് ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു രീതി. ഈ 3 രീതികളാണ് മെയിനായിട്ടും ഗോട്ട്മാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രശ്നങ്ങൾ ഒരു ഫാമിലിയിൽ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം എന്താണ് എന്ന് ഞാനൊരു ചോദ്യം ഇവിടെ വെക്കുകയാണ്. ഉത്തരം പറയാൻ ആരെങ്കിലും? പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാര്യം നമ്മൾ കൂടുതൽ കുറച്ചും കൂടെ ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാന്ന് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതായത് ആ സന്തോഷം നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നെങ്കിലും ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ ചെയ്ത്. അവരുടെ പ്രതീക്ഷയും കൂടെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പെരുമാറുവാണെങ്കിൽ ആ സന്തോഷത്തിന്റെ ലെവല് നന്നായിട്ട് കൂടും. സമയത്ത് ഇപ്പം ഒരു സാധനം മേടിച്ചു, എന്തെങ്കിലും സാധനമൊക്കെ ഗിഫ്റ്റ് കിട്ടുന്ന ഇഷ്ടമുള്ള ആൾക്ക് അത് ആ ഒരു കാര്യത്തെ ചിന്തിക്കാതെ അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന കാര്യത്തിന് അത്ര വലിയ അപ്രീഷിയേഷൻ ഉണ്ടാവത്തില്ല. അതേസമയത്ത് എന്താണ് ആ ആൾക്ക് ഇഷ്ടമുള്ളതെന്ന് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ സന്തോഷത്തിന്റെ ലെവല് നന്നായിട്ട് കൂടും. പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. നമ്മൾ ആർക്കാണേലും ഏത് ലവ് ലാംഗ്വേജ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യം ഇഷ്ടമാണെങ്കിലും ആർക്കും ഈ നല്ല കാര്യം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ല. തീർച്ചയായിട്ടും നമ്മൾ എന്തിനും ഒരു നല്ല കാര്യം കാണുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജെന്യുവൻ ആയിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് താങ്ക്സ് പറയണം. തീർച്ചയായിട്ടും അതൊരു ആവശ്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് സന്തോഷം കൂട്ടാൻ പറ്റും. പക്ഷെ ജസ്റ്റ് ലൈക്ക് യു സെഡ്,
റിമെമ്പർ, ഒരു ലെവലിലേ ഇത് എത്തത്തുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അത് താഴെ വരും. കാരണം ആ മോളിൽ പോയി ആ സന്തോഷം അവിടെ നിൽക്കത്തില്ല. അതിൽ കം ടു ദ ബേസ് ലൈൻ. അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അല്ലേ? സങ്കടമാണെങ്കിലും അത് ഇന്നും അവിടെ നിലനിൽക്കത്തില്ല. ഇൽ കം ബാക്ക് ടു ദ ബേസ് ലൈൻ. സോ ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ. സോ ജസ്റ്റ് ലൈക്ക് യു സെഡ്, വെറൈറ്റി കണ്ടുപിടിക്കണം. ഡിഫറെന്റ് രീതിയിൽ നമുക്ക് സന്തോഷം കൊണ്ടുവരാനായിട്ടും ആക്റ്റീവായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ശരിയാണ്. ഓക്കെ, താങ്ക് യു സോസമ്മൻ. നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. ആൻഡ് എനിബഡി? പൊതുവിൽ ഉള്ളൊരു നമുക്ക് പൊതുവിൽ പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മുടെ ഈ വരുമാനം നോർമലി ഉള്ളതിനേക്കാൾ കൂടുന്നൊരു സമയമുണ്ട്. ചില സമയത്ത് നമുക്കിപ്പം കമ്പനിയിൽ നിന്ന് ബോണസ് കിട്ടുക, അല്ലെങ്കിൽ ബിസിനസ്സിൽ കുറച്ചധികം ലാഭം കിട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ട് പൊതുവിൽ, മക്കൾക്കാണെങ്കിലും പാർട്ട്ണർക്കാണെങ്കിലും. അത് ഇതൊരു പ്രശ്നമാകും. കാരണം പിന്നീട് നമുക്കത് അത്രത്തോളം കഴിയണമെന്നില്ല. അപ്പം ആ സമയത്ത് പിന്നീട് അവരുടെ എക്സ്പെക്ടേഷൻ ഓൾറെഡി സെറ്റ് ആയല്ലോ. അപ്പൊ നമ്മളൊരു എപ്പോഴും എന്ത് കാര്യം ചെയ്യണമെങ്കിൽ അതിപ്പോ നമ്മള് പാർട്ട്നേഴ്സിന് മാത്രമല്ല, ഇപ്പം എന്നൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മള് പാരന്റ്സിന് നമ്മള് വീട്ടിൽ പൈസ കൊടുക്കുന്ന സമയത്താണെങ്കിലും ഒരാളെ സഹായിക്കുന്ന സമയത്താണെങ്കിലും നമുക്കൊരു ഐഡിയ ഉണ്ടാവണം നമ്മുടെ വരുമാനം ഒരു ആവറേജ് എത്ര ആയിരിക്കും എന്ന്. അതിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ സഹായം ചെയ്യാൻ പാടില്ല. കാരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത്രത്തോളം ചെയ്തില്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ പോലെയുള്ള ദേഷ്യം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാരണവശാൽ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കൊരു കൂടുതലധികം പൈസ കയ്യിൽ വന്നാൽ അത് സൂക്ഷിച്ചു വെക്കുക. ഒരിക്കലും അത് മുഴുവനായിട്ടും നമുക്ക് പലപ്പോഴും കിട്ടാത്തത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് ഒരിക്കലും അത് വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി സാലറി എനിക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് കിട്ടും. പക്ഷെ എന്ന് വിചാരിച്ച് ഞാനത് ഇങ്ങനെ ആർഭാടമായിട്ട് കാണിച്ച് അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ഇങ്ങനെ എല്ലാം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബേർഡനായിട്ട് മാറി എനിക്ക്. കാരണം ഇവിടുന്ന് കിട്ടുന്ന അത്ര ഇവിടെ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല നാട്ടിൽ പോയി കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ടും സാലറിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതൊരു വലിയ ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞ പോലെ ഈ പ്രേമിക്കുന്ന സമയത്ത് എപ്പോഴും പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ഈ ഹണിമൂൺ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ചെലവാക്കിയിട്ട് ഹണിമൂണിന് പോകും. തുടക്കത്തിലെല്ലാം വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എല്ലാം സ്പെൻഡ് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴും നമ്മൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് എത്തുമ്പോഴാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുക. പിന്നെ സാർ പറഞ്ഞൊരു കാര്യം, ഈ ഹെഡോണിക് അഡാപ്റ്റേഷൻ കൊണ്ട് ഒരു പോസിറ്റീവ് വശമുള്ളത് നേരത്തെ സൂസൻ മാം പറഞ്ഞ പോലെ സങ്കടവും ബേസ് ലെവലിലേക്ക് വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മള് എത്രത്തോളം നമുക്ക് വിഷമങ്ങൾ വന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറന്നിട്ട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. Thank you, Rao sir. Thank you so much. Look at you. We could see you. Very nice. Thank you. Thank you. നമ്മള് ഇപ്പൊ മൂന്നാളും ബ്ലാക്കാണ് വെയർ ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ഫാക്ടർ ഞാൻ കാണുന്നു. റാവ് സാർ, സൂസൻ മാം ആൻഡ് മൈസെൽഫ്. ഓക്കെ, ഡോക്ടർ വേറെ കളറാണ്. ഡോക്ടർ ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഡോക്ടറെ എനിക്ക് പരിചയമില്ല. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വീഡിയോ ഓണാക്കാതാണ്. ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. രാജേന്ദ്രൻ സാർ, റാവു സാറ് പറഞ്ഞത് വളരെ ഒരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. അത് ശരിക്കും ഒരു ചില അങ്ങനെ എക്സ്ട്രാ പൈസ കിട്ടുന്ന സമയത്ത് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം സാറ് ആദ്യം പറഞ്ഞതുപോലെ പിന്നെ അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചെയ്യാൻ കഴിയാത്തപ്പോഴത്തേക്ക് അത് പ്രശ്നമാവും. ഇതിനേക്കാൾ നല്ലത് അത് കയ്യിൽ കരുതുന്നത് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും അതൊരു നല്ലൊരു കാര്യമാണ്. ഈ മനുഷ്യരുടെ എക്സ്പെക്ടേഷൻ ഒരിക്കലും കുറയില്ലല്ലോ. എപ്പോഴും കൂടിയല്ലേ വരുന്നത്. ഒന്ന് കിട്ടിക്കഴിയുമ്പോ അതിന്റെ കൂടുതൽ കിട്ടണമെന്നുള്ളതാണ് എപ്പോഴും. അല്ലാതെ അത് കുറച്ച് കിട്ടിയാൽ ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇതിപ്പോ ഗിഫ്റ്റ് എന്നുള്ള കാര്യത്തിലല്ല, നമ്മുടെ പേഴ്സണൽ അവൈലബിലിറ്റി പോലും നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടേ കൊടുക്കാവൂ. കാരണം എന്ത് കിട്ടിയാലും എപ്പോഴും ഓടിച്ചിട്ടുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഒരു പ്രാവശ്യം പോവാതിരുന്നാല് എപ്പോഴും വരുന്നവൻ ആരും അത്യാവശ്യം വന്നപ്പോൾ അവനെ കണ്ടില്ല എന്ന് പറയും. അത് എന്താ പറയുക, അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഹെഡോണിക് അഡാപ്റ്റേഷനിൽ
നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അവൈലബിലിറ്റി നമ്മൾ എപ്പോഴും എന്താ പറയുക ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ചെല്ലുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ചെല്ലാതെ പോയാൽ നമുക്ക് വളരെ ദോഷകരമായിട്ടാണ് സംഭവിക്കുക. അത് വീട്ടിലായിരുന്നാലും നാട്ടിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് അങ്ങനത്തെ അനുഭവം നല്ലോണം ഉണ്ട്. കാരണം എല്ലാ ആഴ്ചയും പോയിക്കൊണ്ടിരുന്ന ഞാൻ ഒരാഴ്ച പോകാതിരിക്കുമ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കാരണം ഇത് നമ്മളിതൊന്നും പഠിച്ചിട്ടോ അറിഞ്ഞിട്ടോ അങ്ങനൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. നമ്മളെ ശുദ്ധ മനസ്സുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന് എഫക്റ്റ് വരുന്നത് വളരെ അഡ്വേഴ്സ് ആയിട്ടായിരിക്കും. അപ്പൊ അത് ഞാനൊരു എക്സാമ്പിൾ പറയാൻ, അതായത് ഇപ്പം നമ്മള് വി ടേക്ക് ദ എഫേർട്ട് ടു ഗോ ആൻഡ് വിസിറ്റ് പീപ്പിൾ എന്ന് വെച്ചോ. അപ്പൊ നമ്മൾ റെഗുലറായിട്ട് അവിടെ പോവുകയും വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും, പക്ഷെ അവര് ഇങ്ങോട്ട് വരത്തില്ല. പക്ഷെ അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മളോട് കംപ്ലൈന്റ് പറയും, ഓ നിങ്ങളെ ഇപ്പൊ കാണുന്നില്ലല്ലോ, എന്നാ അവരിങ്ങോട്ട് വരുന്നുണ്ടോ? അതൊന്നുമില്ല. ബട്ട് ബിക്കോസ് ദർ സോ യൂസ് ടു യു ഗോയിങ് ആൻഡ് വിസിറ്റിംഗ് ദം ആൻഡ് സ്പെൻഡ് അവർക്ക് അത് ദി അപ്രീഷിയേറ്റ് ഇറ്റ്, പക്ഷെ അവർക്ക് ഇങ്ങോട്ട് തിരിച്ചത് ഇല്ല. സോ ആ ഒരു എക്സ്പെക്ടേഷൻ ആണ് അവർക്ക്, അവരിങ്ങോട്ട് വന്നോളും, സോ ദാറ്റ്സ് ഓക്കെ. അത് ഉണ്ടാവാറുണ്ട്. എനിക്ക് ഈ വാട്സാപ്പിൽ മെസ്സേജ് വരുമ്പോൾ ചില സമയത്ത് കണ്ടാലും ഓപ്പൺ ചെയ്യില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. അതൊക്കെ നല്ലതാണ് വല്ലപ്പോഴും. കാരണം അല്ലെങ്കിൽ വിചാരിക്കും എപ്പോൾ മെസ്സേജ് അയച്ചാലും റിപ്ലൈ കിട്ടുമെന്ന് വിചാരിക്കും. അത്യാവശ്യമില്ലാത്താണെങ്കിൽ കേട്ടോ ഞാൻ പറയുന്നത്. അത്യാവശ്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും വേണം. വെറുതെ അല്ല റൗസാറിന് മെസ്സേജ് അയച്ചാൽ തിരിച്ച് റിപ്ലൈ വരാത്തത്. തിരിച്ച് റിപ്ലൈ വരും, അതിന്റെ സമയമാകുമ്പോ വരും. അറ്റ് പ്രസന്റ് ആയിരിക്കില്ല. മീൻസ് അത് മതി. നമ്മൾ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് റിപ്ലൈ ചെയ്യുക, നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് അവൈലബിൾ ആവുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം വൈകുക എന്നുള്ളതല്ല. മുമ്പൊക്കെ മന്ത്രിമാരൊക്കെ ഒരു പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വളരെയധികം ലേറ്റ് ആയിട്ടേ വരുള്ളൂ. തിരക്കിലായിരുന്നു എന്നാണ്. തിരക്കില്ലെങ്കിലും അവരവരുടെ ഒരു റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ അങ്ങനെ പല ആളുകളും ഇങ്ങനെ പ്രോഗ്രാമിന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വൈകി വരുന്ന ആളുകളുണ്ട്. അത് അവർക്ക് ആ ഒരു വെയിറ്റേജ് കിട്ടാൻ, അവരെ കാത്ത ആളുകൾ നിൽക്കുമ്പം അവർക്കൊരു വെയിറ്റേജ്, ഈ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് വഴി ഒരു വെയിറ്റേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരു അല്പം നമ്മളൊരു വെയിറ്റേജ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഡെവലപ്മെന്റിൽ നമ്മുടെ ഒരു പ്രൈസ്, നമ്മുടെ ഒരു വാല്യൂ കിട്ടാനായിട്ട് നല്ലതാണ് ഒരല്പം നമുക്കൊരു വെയിറ്റ് കൊടുക്കുക എന്നുള്ളത്. സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെസ്സേജ് അങ്ങോട്ട് വരുമ്പോൾ തന്നെ അതിന് റിപ്ലൈ അയച്ചു കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു തിരക്കില് ആ ഫോൺ ഇത് കണ്ടില്ലെങ്കിൽ അത് അവർ പറയും അത് കണ്ടു നോക്കി അയച്ചില്ല എന്ന് പറയും. അതേസമയം ഇതൊരു ഹാബിച്വൽ ആയി കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രാൻഡഡ് എന്ന് പറയും, അത് അവൻ അങ്ങനെയാ അല്ലെ അയാൾ അങ്ങനെയാണെന്ന് ചില ആളുകൾ വരുത്തി തീർക്കും ബോധപൂർവം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനിടയിൽ വന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അവർക്കൊരു സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ പിന്നീട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവൻ പ്രശ്നമാണ്, അപ്പൊ അത് സോൾവ് ആക്കാം. അങ്ങനെ അത്തരം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് നമ്മുടെ സബ്ജക്റ്റിൽ ഉള്ളതല്ല, പറഞ്ഞു വന്നപ്പം അങ്ങനെ പറഞ്ഞതാണ്. അതെ തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന ഈ സബ്ജക്റ്റിൽ നമ്മൾ മാക്സിമം വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മുടെ പങ്കാളികളെ കുറച്ചും കൂടി ശ്രദ്ധിക്കുക, നന്ദി പറയാൻ ശ്രമിക്കുക. അത് ഈ പറഞ്ഞ പോലെ ഈ സങ്കടമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അടുത്ത് ചെന്ന് ആശ്വസിപ്പിക്കുന്ന കാര്യം പോലും ഇതേ സബ്ജക്റ്റ് അവിടെ ഉണ്ട്. നമ്മൾ ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്ന രീതികളിൽ പോലും ഈ റിപ്പീറ്റേഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ആവർത്തന വിരസത ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വരാതെ അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും. എപ്പോഴും കരയുമ്പോൾ തുറത്ത് പോയി തട്ടിയിട്ട് സാരമില്ല എന്ന് പറയുന്ന രീതിക്ക് പകരം മറ്റെന്തെങ്കിലും ഒരു രീതി അതൊന്ന് നോക്കുക എന്നതാണ്. അതൊക്കെ ഓരോരുത്തരും അവരവരുടെ ഐഡിയക്ക് അനുസരിച്ച് നേരത്തെ നമ്മളിപ്പോൾ സംസാരിച്ചിരുന്ന പോലെ ലവ് ലാംഗ്വേജസ് കണ്ടുപിടിക്കുക. അപ്പൊ അവരുടെ ലവ് ലാംഗ്വേജിൽ നമുക്ക് ആ ലവ് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്തൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാം. പ്രശ്നമില്ലാതൊന്നുമല്ല, എല്ലായിടത്തും പ്രശ്നം ഉണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ വീട്ടിലെ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? മക്കൾ രണ്ടുപേരും ആങ്ങളെ മങ്ങളോ അല്ല ചേട്ടനും അനിയനും ഒക്കെ ആണെങ്കിൽ എപ്പോഴും അടി കൂടിയിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ വെട്ടിപ്പിടിച്ചിരുന്നിട്ട് അവരെന്തെങ്കിലും ഒരു കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അത്
അതേ സെയിം വലുതായി കഴിയുമ്പോഴും ഈ ഒരു ടെൻഡൻസി കുറച്ചൊന്നൊരു അടി കൂടാനുള്ള ടെൻഡൻസി, പിന്നെ ആളുകളുടെ സ്വഭാവ രീതി അനുസരിച്ച് ചിലർ കാമായിരിക്കും, പൂച്ചയെ പോലെ നായയെ പോലെ അല്ലെങ്കിൽ പുലിയെ പോലെയൊക്കെ ഉള്ള ആളുകളുണ്ട്. ഓരോ രീതി ഉണ്ട് ഓരോ ആളുകൾക്ക്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടെ പങ്കാളികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് നമ്മുടെ പൊതുവേ ഒരു ധാരണ. ഇല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചില ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അയാളെ ഒന്ന് കാണാൻ പോകണമായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഒന്നും കൂടി ഒന്ന് എന്താ പറയുക, ബോധപൂർവം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നമ്മള് സ്നേഹം കൊടുക്കാനുള്ളവർക്ക്, അപ്പം പെട്ടെന്നൊരു എന്താ പറയാ, പേരന്റ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ നമ്മൾ ചെയ്യാൻ ബാക്കി വെച്ച പോലെ തോന്നുന്നുണ്ടായിരുന്നു എങ്കിൽ അത് നമുക്കൊരു ഗിൽറ്റ് ഫീൽ തോന്നാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ലഭിച്ച സന്തോഷത്തെ, ലഭിക്കാനുള്ളതിനെ ആലോചിക്കാതെ നമുക്ക് ലഭിച്ച സന്തോഷങ്ങളെ കുറച്ചും കൂടി വിലമതിച്ച് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് കിട്ടുന്ന സ്നേഹം അത് കുറച്ചും കൂടി ഒന്ന് വിലമതിക്കുക. അപ്പൊ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഇന്ന് ഒരു സമയം കിട്ടുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ ശ്രമിച്ചു നോക്കുക. ഇത് എനിക്കറിയില്ല എത്ര അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ മക്കളെ എത്ര പേര് മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് എപ്പോഴും, കാരണം മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ പലപ്പോഴും അത് നമ്മൾ പൊതുവെ ചെയ്യാറില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കെട്ടിപ്പിടിക്കാറോ ഉമ്മ വയ്ക്കാറോ ഒന്നുമില്ല. കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആത്മബന്ധം വളരെ നല്ലതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുകയല്ല, ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിനെ പറ്റി മറ്റെന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം. ഇത്രയും നേരം എന്നോട് ഇവിടെ കേട്ട് തന്നവർക്ക് നന്ദി ആദ്യമേ പറയട്ടെ. നമ്മുടെ വീട്ടിലുള്ള സന്തോഷം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡിനാണെങ്കിലും ഹസ്ബൻഡിന്റെ അമ്മയ്ക്കാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ അന്ന് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഞാൻ പാകം ചെയ്യും. അപ്പോഴെന്തായാലും അവരുടെ അതിനാല് തീർന്നു പോകാറുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ അത് കണക്കെടുക്കാറില്ല. അപ്പൊ ഞാൻ കൂടുതൽ സ്നേഹമായിട്ട് ഞാൻ അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്കൊരു തോന്നലുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിലെ സന്തോഷം അങ്ങനെ നിലനിർത്തും. കാരണം എനിക്കറിയുന്ന ഒരാളുണ്ട്, അദ്ദേഹം വീട്ടിൽ ഭാര്യയായിട്ട് ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാവും. വൈകുന്നേരം പരിപ്പ് വഴിയും വാങ്ങി പോകുന്നത് കണ്ടാൽ മനസ്സിലാവും എന്ന് കോംപ്രമൈസിന് പോവുകയാണെന്ന്. അപ്പൊ അത് എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതൊരു കോംപ്രമൈസ് ആണ്. അപ്പൊ അത് നമ്മളെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയാണ്. എനിക്ക് സംസാരിച്ചത് ആരായിരുന്നു എന്ന് മനസ്സിലായില്ല. കോമളവല്ലി. ഓക്കെ. ഇവിടെ എനിക്കത് ഒരു കാണിച്ചില്ല. താങ്ക് യു കോമളവല്ലി. മാം അവിടെ തുറന്നിരിപ്പുണ്ട്. അത് രാവിലെ ഏറ്റവും ആദ്യം മുതലേ ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. എല്ലാ ദിവസവും തുറന്നിരിക്കുന്ന ആളാണ്. അതെ. അപ്പൊ ഇന്നലത്തെ പോലത്തെ സാറേ, അതുകൊണ്ട് തന്നെ ഞാനും എന്റെ ഹസ്ബൻഡിന്റെ അമ്മയായിട്ട് അവർ മരിക്കുന്നത് വരെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്ത് പ്രശ്നം പറഞ്ഞാലും ഞാനത് വെറുതെ കളയാറ് പതിവ്. ഞാനത് വിട്ട് കളയും. എന്നിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ആ പരിപാടി ചെയ്യും. അങ്ങനെയാണ് വീട്ടിൽ സന്തോഷം ഉണ്ടായത്. അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ ആൾക്കാരോടും ഞാൻ. അത് നമ്മളെ ഇനിയിപ്പം എന്താ പറയാ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഉപദ്രവിക്കുന്നവരും നമ്മൾ സ്നേഹമാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ഉപദ്രവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഈ അമ്മായിമ്മന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കൂടുതൽ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. ഒരാളും കൂടെ മുഖം കാണിച്ചിട്ടുണ്ട്. എന്തോ ഒരാളും കൂടെ മുഖം കാണിച്ചിട്ടുണ്ട്, ചിരിക്കുന്ന മുഖം. അതായത് ഫീഡ്ബാക്ക് പറയണ സമയത്ത് മുഖം കാണിക്കണമെന്ന് എനിക്കിപ്പോ നിർബന്ധമായി വരുന്നുണ്ട്. സൂസനാന്റെ റിക്വസ്റ്റ് പ്രകാരം. അപ്പൊ വളരെ നല്ല സെഷൻ ആയിരുന്നു. ഞാൻ ഇതുപോലെ തന്നെ എന്റെ വൈഫിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും.
അത് കാമാക്കണമെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഒരു ട്രിപ്പ് എവിടെങ്കിലും പോയിട്ട് വരാം, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞാൽ മതി, ആളപ്പൊ തന്നെ ഓക്കെ ആവും. അപ്പൊ ഇത് അൺഎക്സ്പെക്ടഡ് ആയി നമുക്ക് ഗിഫ്റ്റ് കൊടുത്താലൊന്നും വലിയ സന്തോഷമൊന്നുമില്ല. ഓരോ ബർത്ത്ഡേക്ക് ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് കൊടുക്കേണ്ടി വരുമല്ലോ. ബർത്ത്ഡേ, വാലന്റൈൻസ് ഡേ, പിന്നെ ആനിവേഴ്സറി തുടങ്ങിയിട്ടുള്ള ഓരോ ഇതിനും കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇപ്പൊ നമ്മ ജസ്റ്റ് പുറത്തേക്ക് പോണ സമയത്ത് ചിലപ്പോ വലിയ ഡ്രസ്സൊന്നും ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക, ജസ്റ്റ് പുറത്ത് പോയിട്ട് തിരിച്ചു വരണല്ലേ, ആ ഡ്രസ്സ് ഇപ്പാടെ തന്നെ നൈസായിട്ട് ഒരു ലോങ് ട്രിപ്പ് അങ്ങോട്ട് പോകും, ഒന്നും പറയൊന്നുമില്ല. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ട്രിപ്പുകളൊക്കെ കൊടുക്കുമ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് സ്നേഹം ഇങ്ങനെ വാരി വാരി വിതറാറുണ്ട്. അപ്പൊ ആ അപ്പൊ അതാണ് ഇതുവരെ അവിടുത്തെ രഹസ്യം ഒരു അല്ലേ? ഞാൻ മാക്സിമം ഇങ്ങനെ അടുത്തടുത്ത് ഞങ്ങളെ വീടിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നല്ല നല്ല ചെറിയ പാർക്കുകൾ, പിന്നെ ബീച്ച് എല്ലാം ഉണ്ട്. അപ്പൊ ഈ സൈഡിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതാക്കി വരാറുണ്ട്. ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പോക്കുണ്ട്, അത് അൺഎക്സ്പെക്ടഡ് ആണ്, അതൊന്നും പറയൂല, പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല, ഒരൊറ്റ ഇതില് അങ്ങോട്ട് പറയാ, ഒരൊറ്റ വിടല്, അങ്ങനെയാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലൈഫൊക്കെ അടിപൊളിയാണ്, ഹാപ്പിയാണ്. ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു ദിവസം പോലും പിണങ്ങി നിൽക്കല് ഇതുവരെ ഉണ്ടായിട്ടില്ല. വർഷം കുറച്ചധികം ഇങ്ങോട്ട് പിന്നോട്ട് പോന്നിട്ടുണ്ട്. വയസ്സ് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനിതാണ് മെയിൻറ്റെയിൻ ചെയ്യണത് പിടിച്ചിട്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മ എക്കണോമിക്സ് പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ ഗുണപ്പെട്ടത് ഈ സപ്ലൈയുടെ വിഷയം ഉണ്ടല്ലോ. സപ്ലൈ കൂടുമ്പോ നമുക്ക് ഡിമാൻഡ് കുറയുന്നുള്ളത്. അപ്പൊ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ ആഴ്ചയില് ഇപ്പൊ സാർ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഇപ്പൊ ഫ്രീ ആണെങ്കിലൊന്നും വീട്ടിൽ പോവാറില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാക്സിമം എന്തായാലും അവർക്ക് കൊടുക്കാറുണ്ട്. ഒരു ദിവസം എന്തായാലും, അത് ഇന്ന ദിവസം ഇല്ല, ഇപ്പൊ മിക്കതും സാറ്റർഡേ ഓർ സൺഡേ അങ്ങനെയാണ് വരാറ്. ഒരു ദിവസം അവർക്കായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. തഥാസ്തു. ഇത്ര എല്ലാ കാര്യത്തിലും ഓരോ ദിവസവും പിന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസില് എല്ലാത്തിനകത്തും ഉള്ള ഒരു സംഗതിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഓരോരുത്തരുടെയും പ്രതികരണം വന്നപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളിലും ഓരോരുത്തരും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇപ്പം ഓരോ ആൾക്കാരും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ശരിക്കും അഡോഡിക് അഡാപ്റ്റേഷൻ ശരിക്കും എല്ലാ കാര്യങ്ങളിലും വരുന്നുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് എല്ലാത്തിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. വരുന്നുണ്ട്. നമുക്ക് റിപ്പീറ്റേഷൻ വരുമ്പം നമുക്ക് മടുപ്പ് വരും എല്ലാ കാര്യത്തിലും. അത് സങ്കടമായിരുന്നാൽ പോലും നമുക്ക് സങ്കടം, ഒരു ദിവസം സങ്കടം കരഞ്ഞു തീർത്തു, പിറ്റേ ദിവസവും സങ്കടമാണെങ്കിൽ 3-ാമത്തെ 4-ാമത്തെ ദിവസം സങ്കടം വരുമ്പോൾ നമുക്ക് കരയാനൊന്നും തോന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സങ്കടമായിട്ട് വരില്ല, നമ്മുടെ ഫീലിംഗ് ഉണ്ടാവില്ല, നമ്മൾ അതിന് ആ ഒരു ഇതിലായി പോകും. ഇപ്പം വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു വെറൈറ്റി സെഷൻ, പിന്നെ നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും വരുന്ന ഒരു പ്രതിഭാസം. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഒരു വ്യത്യസ്തമായ, ഓരോരുത്തരും ഇതിനകത്ത് സംസാരിച്ച ഓരോരുത്തരും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്. റാവു സാറ് പിന്നെ പറഞ്ഞ ആ പോയിന്റ് എനിക്ക് വളരെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. നമുക്കിപ്പോ അഡീഷണൽ ആയിട്ട് കുറച്ച് പൈസ കിട്ടുമ്പോഴേ നമ്മള് ഇത് ലക്ഷറി കാണിച്ചാല് അത് പിന്നെ ഇതായിട്ട് വരും, ഒരു പ്രശ്നമായിട്ട് വരും. പറയാറില്ലേ, യു കാൺട്ട് ബൈ ഹാപ്പിനെസ്. യു കാൺട്ട് ബൈ ഹാപ്പിനെസ്. നമ്മൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷം കൂടുകയല്ല ചെയ്യുന്നത്, പിന്നീട് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ് അവിടെ വരുന്നത്. നമ്മുടെ ചന്ദ്രമാം റെഡിയാണ് ഫീഡ്ബാക്കിന്. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ് ബിജു സർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബിജു സാറുടെ ഒരു ടോക്ക് കേൾക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. ട്രൈ ചെയ്യും, ചിലപ്പോൾ കയറാൻ പറ്റുന്നില്ല. എനിവേ വെരി നൈസ് ടോപ്പിക്, നല്ലൊരു ടോപ്പിക് ആയിരുന്നു. നമ്മൾ റിയൽ ലൈഫിൽ എല്ലാവരും
ഇത് ആക്ച്വലി വി ആർ അണ്ടർഗോയിങ് ഇറ്റ്. സർ വന്നിട്ട് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടു പ്രസന്റേഷൻ എന്നായിരുന്നു. വോയിസ് വളരെ ക്ലിയർ ആയിട്ടും നമുക്ക് കേൾക്കാൻ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും സർ ആ ടോപ്പിക്കിന് കൊണ്ടുപോയി. ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. യു കുഡ് ഗെറ്റ് എല്ലാവരുടെയും ഇതാണ് ആ ഒരു ടോപ്പിക്കിന്റെയും ഇമ്പോർട്ടൻസ്. നമ്മള് പ്രസന്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആ ടോപ്പിക് നല്ലൊരു ടോപ്പിക് ആവുമ്പോൾ എല്ലാവരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. ചില ടോപ്പിക്സ് ഉണ്ടാവും നമുക്ക് ആ ടോപ്പിക്സിന് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഈ ടോപ്പിക് എങ്ങനെ പിന്നെ എല്ലാവർക്കും ഡെഫിനറ്റ്ലി എല്ലാവർക്കും, പക്ഷെ ഡ്യൂ ടു സം റീസൺസ് എല്ലാവർക്കും പല റീസൺസ് ഇപ്പൊ ഈ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി വേറെ ഒരു ഇന്റൻഷൻ ഉണ്ടാവില്ല. പല റീസൺസ് കാരണം അവർക്ക് വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാതായിരിക്കാം. ഡെഫിനറ്റ്ലി കുറച്ച് ആൾക്കാർ ഡെഫിനറ്റ്ലി വി ആർ ട്രൈയിങ് ഫീഡ്ബാക്കിന്റെ ഇമ്പോർട്ടൻസും ഇതൊക്കെ അറിഞ്ഞിട്ട് വി ആർ ഇൻവോൾവ്. അതേ രീതിയിൽ സൂസൻ മാം പറഞ്ഞ മാതിരി ഇന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. പക്ഷെ എനിക്ക് ഇപ്പോ ഈ ഒരു 2-3 minutes ഞാൻ ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏർലി മോർണിംഗ് ചിലപ്പോൾ നമ്മുടെ ടൈം. ഇന്നലെ ഒരു എക്സാം കഴിഞ്ഞത് കൊണ്ട് സ്റ്റുഡൻസിന്റെ ആൻസേഴ്സ് ഒക്കെ ചോദിച്ചിട്ട് അവർ ഓൾറെഡി എനിക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ബിസി ആയിപ്പോയി. അപ്പൊ നമുക്ക് രാവിലെ ഡിലേ ആയി കഴിഞ്ഞാൽ മൊത്തം വീട്ടിന്റെ ആ ഒരു വീല് ഓഫ് ട്രാക്ക് ആയി പോകും. അതുകൊണ്ടാണ് എനിക്ക് ടൈം മാനേജ്മെന്റ് എനിക്ക് സ്വയം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഫീഡ്ബാക്ക് ലൈവായിട്ട് ഞാൻ കുറച്ച് ദിവസം ട്രൈ ചെയ്തു. പക്ഷെ അത് ഓഫ് ട്രാക്ക് ആയി പോകുന്നത് മേ ബി ഡ്യൂ ടു ഏജ് ആൻഡ് അതർ തിങ്സ്. എനിവേ ടോപ്പിക് വാസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് സർ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനും ഹസ്ബൻഡ് തമ്മിൽ ഇതൊരു പോയിന്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. എന്താ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ ഹസ്ബൻഡ് പറയും നീ കൊടുത്തു പറഞ്ഞാൽ എപ്പോഴും എക്സ്പെക്ട് ചെയ്യും. എസ്പെഷ്യലി ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വരുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാവും. ആ ഐറ്റംസ് വന്നിട്ട് ഇപ്പൊ നെയ്ബർഹുഡിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോ അവർ പറയും നെക്സ്റ്റ് ടൈം നീ പോയിട്ട് വന്നാൽ എന്തുകൊണ്ട് നീ തന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഞാൻ പറയും നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലാതെ ഇപ്പൊ അവര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കൊണ്ട് നമുക്ക് കൊടുക്കണമെന്നൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ തമ്മിൽ ഈ ഒരു തർക്കം എപ്പോഴും ഉണ്ടാവുന്നതാണ്. എന്തോ മക്കൾക്ക് കൊടുക്കുമ്പോഴും പറയും അങ്ങനെ നീ എപ്പോഴും കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ അവർ എക്സ്പെക്ട് ചെയ്യും, അതുകൊണ്ട് നീ എക്സ്പെക്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഫോൾട്ടാണ്, ഇപ്പൊ എന്റെ ഭാഗത്തുള്ളതല്ല. സോ വെനെവർ പോസിബിൾ എന്റെ ഒരു മൈൻഡ് എന്റെ ഒരു ഫീലിംഗ് എപ്പോഴും ഐ കാൺ ഡു. ഇപ്പൊ റാവു സർ പറയണം അതിലും ചിലപ്പോ എനിക്ക് കൂടുതൽ ഇൻകം ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചില ക്ലാസ്സസ് എടുക്കുമ്പോൾ അങ്ങനെ കൂടുതൽ കിട്ടിയും വരും. ആ പൈസ എടുത്തിട്ടാണ് നമുക്ക് സ്പെൻഡ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, സ്പെൻഡ് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ട് പല കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തപ്പോ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓൾ ഓഫ് us ഡു എക്സ്പീരിയൻസ് സോ മെനി തിങ്സ്. പക്ഷെ നമ്മൾ ഇതിലും ബാലൻസ് വേണം. ഡോണ്ട് ഗിവ് എക്സ്പെക്ടേഷൻസ്. ഐ തിങ്ക് മലയാളത്തിൽ ഒരു സേയിങ് ഉണ്ട് തോന്നുന്നു, ആശ കൊടുക്കരുത്, സംതിങ് ലൈക്ക് ദാറ്റ്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. അപ്പോ ഇത് ഐ തിങ്ക് വി ക്യാൻ അപ്ലൈ ദിസ് ടു ദിസ് തിയറി ഓൾസോ. നെവർ വി ഷുഡ് ബി ഓൾസോ അലേർട്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. എനിവേ ബിജു സർ വെരി വെൽ ഇന്ററാക്റ്റീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. വെൽ ഡൺ ഓൾസോ. വി നീഡ് മോർ ടോപ്പിക്സ് ഫ്രം യുവർ സൈഡ്. താങ്ക് യു സർ. രാജേന്ദ്രൻ സാറിന് ഒരു താങ്ക് യു. ഞാൻ പറഞ്ഞില്ല ഒരു താങ്ക്സ്. പിന്നെ ഇതില് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഒരു കാര്യം കൂടി പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു റൊട്ടീൻ, നമ്മൾ എന്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു റൊട്ടീൻ ആകുമ്പോഴാണ് ഇതിന് മടുപ്പുണ്ടാവും. നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു മടുപ്പുണ്ടാവുക. ഇപ്പൊ റൊട്ടീൻ ആക്കാതെ ഇപ്പം ചന്ദ്രമാൻ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് പോയി വരുമ്പോഴും അയൽവാസികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ ഓരോ പ്രാവശ്യം വരുമ്പോഴും അവരത് പ്രതീക്ഷിക്കും. അതേസമയം നമ്മൾ എപ്പോഴും കൊടുക്കുന്നില്ലെങ്കിൽ ആ പ്രതീക്ഷ ഉണ്ടാവില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു സർപ്രൈസ് ആയിട്ട് കിട്ടുക, ആ ഒരു ഫീൽ കിട്ടുക. ഓക്കെ, താങ്ക് യു ഓൾ. ഇനി ആരെങ്കിലും? എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. സോ താങ്ക് യു വെരി മച്ച് ഫോർ അപ്പൊ വെരി ഗുഡ് ഇന്ററാക്റ്റീവ് ടോപ്പിക്. എല്ലാവരും നന്നായിട്ട് ഇന്ററാക്ട് ചെയ്തു, അത് ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സോ വെറൈറ്റി കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹാപ്പിനെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടെന്നുള്ള കാര്യമൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. സോ എല്ലാവർക്കും വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ല നല്ലൊരു ദിവസം ദിവസം ഉണ്ടാവട്ടെ. നേരുന്നു.
നാളെ വീണ്ടും കാണാം. കാണാം. താങ്ക് യു ബിജു സർ ഫോർ എ വണ്ടർഫുൾ സെഷൻ. എല്ലാവരും you all. ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക. ഓക്കെ താങ്ക് യു. ബൈ. ബൈ ബൈ. ബൈ. Put it Bye. all. Bye. ഗുഡ് ഡേ.